A very good morning to all. This is Asna here, and I'm honored to serve as your host in this auspicious occasion. Am I audible? Yeah, Okay, thank you. With no further ado, let's kickstart the program. First of all, I would like to invite our beloved teachers, students, and other audience to another session of Chi Talk powered by Edumi. Now I'm cordially invite our esteemed chief guest, Mr. Muhammad Ali Master Panangangara, a well-known motivational speaker, HRD trainer, parenting strategist, psychologist, and NLP trainer. He worked as a trainer in education department, minority department, police department, and excise department of Kerala government. Now working as a teacher in the government sector. It's our great pleasure to invite the renowned expert in neuro-linguistic programming, Mr. Muhammad Ali Master, with years of experience in the field, has helped countless individuals and organizations unlock their full potential and achieve their goals. As a certified NLP trainer, Mr. Muhammad Ali Master has a deep understanding of the human mind and behavior. With the unique ability to connect with audience from all walks of life, Mr. Muhammad Ali Master will undoubtedly bring a fresh perspective, new insights, and a renowned sense of purpose to our program. Today, Sir will share with us the powerful tool and techniques of NLP and show us how to apply them in our personal and professional lives. We are thrilled to have you, sir, and share your expertise and inspire our audience to reach new heights. Please welcome Mr. Muhammad Ali, sir. ഒരുപാട് പേരുള്ള ഒരു വേദിയിലേക്ക് എന്നെ ക്ഷണിച്ച എജുമിയുടെ ഡയറക്ടേഴ്സിന് ആദ്യം നന്ദി പറയാം. പിന്നെ സ്വാഗതം ഓതിയ അസ്ന മൊയ്തീൻ, എന്താ നല്ല ഫോണിറ്റിക്സോട് കൂടിയുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് വളരെ ഇഷ്ടമായി എനിക്ക്. ഓരോ ഉച്ചാരണം കേൾക്കുമ്പോൾ അല്ലാതെ കൊതി തോന്നുന്നു. അങ്ങനെയൊന്നും പറയാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല, നല്ല സങ്കടവും വരും. അത് നിങ്ങൾക്ക് കിട്ടിയ നല്ലൊരു ട്രെയിനിങ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് എജുമിയുടെ എല്ലാ അംഗങ്ങളെയും പ്രത്യേകം അറിയിക്കുകയാണ്. കാരണം കിട്ടിയ ആ ഒരു വെൽക്കം സ്പീച്ച് മാത്രം മതി എത്രത്തോളം ക്വാളിറ്റി എഡ്യൂക്കേഷൻ നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാവാൻ. അത് ഞാൻ സന്തോഷം. അതുപോലെ തന്നെ പാടിയ അസ്മ ഷാ അല്ലെ, നല്ല രസമുണ്ട് പാട്ടുകൾക്ക്. അപ്പോ ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാതെ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിച്ച സബ്ജക്റ്റ് ലേഡീസുമായി ബന്ധപ്പെട്ട ചില ടോപ്പിക്കുകളായിരുന്നു, കുടുംബത്തിലെ വിഷയങ്ങളൊക്കെ സംസാരിക്കാനായിരുന്നു. എന്നാൽ ടോപ്പിക് അതായിക്കോട്ടെ, എന്നിട്ട് എന്നെ സബ്ജക്റ്റ് ക്ഷണിച്ചത് അല്ലെങ്കിൽ പിന്നെ ഡിസ്പ്ലേ ഇട്ടുന്നത് ചിരിയുടെ ഹോർമോൺ. സബ്ജക്റ്റ് ചിരിയുടെ ഹോർമോണുമായി ബേസ് ചെയ്തിട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ കരുതി. ഇനിയും സമയമുണ്ടല്ലോ, എജുമിയുടെ ഭാഗമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ക്ലാസ് സൂപ്പർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇനിയും അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം. പറഞ്ഞു വന്നത്, ചിരിക്കുക എന്നത് നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഒരുപാട് രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ചിരി അത്യാവശ്യമാണ്. പുഞ്ചിരിക്കല് പല ആളുകളും കേട്ടിട്ടുണ്ട്, പുഞ്ചിരിച്ചാൽ എന്താന്ന് സംഭവിക്കാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അസിന സ്വാഗതം പറഞ്ഞപ്പോ NLPയിലെ ടെക്നിക്ക് തരുന്നു, അതിപ്പല്ല കേട്ടോ, അത് ഫ്രീ ആയിട്ട് കൊടുക്കില്ല, അത് കുറെ പൈസ കൊടുത്ത് പഠിക്കേണ്ടതാണ്. ഒന്ന്, ഞാൻ മലപ്പുറത്തുകാരനാണ്, അപ്പൊ മലപ്പുറം സ്റ്റൈലിലാണ് ഞാൻ സംസാരിക്കുക. നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് എന്റെ ധാരണ. വിവിധ ജില്ലകളിലെ ആളുകൾ ഉണ്ടെങ്കിൽ തൽക്കാലം മലപ്പുറം ഭാഷയെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാവുന്നതാണ്, ടെക്സ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ പറഞ്ഞു വന്നത്, ചിരിയുടെ ഹോർമോൺ. ചിരിക്കുക എന്നത് ആരോഗ്യത്തിന് ആവശ്യമാണ്, നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ചിരിക്കാനാണെങ്കിലോ നമുക്ക് സമയം കിട്ടുന്നില്ല, നമ്മളാണെങ്കിലോ എവിടേക്കോ ആണ്. എവിടെയാണ് എന്നത് ഈ ചിരിയുമായി ബന്ധപ്പെട്ടത് തന്നെ. ഹോർമോണുകളിൽ പ്രധാനമായിട്ട് നമ്മൾ 4 ഹോർമോൺ എടുക്കാം, അല്ലെങ്കിൽ പ്രധാനമായിട്ട് 3 എടുക്കണം. ഒന്ന്, ഡോസിന് ഷോർട്ട് കൊടുത്താൽ മതി, 4 ഷോർട്ടാക്കി എടുക്കാൻ ഈസി ആയിട്ട് മനസ്സിലാവും. ഡോസിലെ ഡി എന്ന് ഡോപ്പമിൻ ആണ്. ഡോപ്പമിൻ ആകുമ്പോൾ നമുക്കറിയാം അത് എവിടെ നിന്നാണ് ഈ ഡോപ്പമിൻ കിട്ടുക എന്ന് നമ്മൾ പലപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും. നമ്മൾ മാത്രമല്ല, നമ്മൾ മക്കളും അല്ല. നമ്മളെ മക്കൾക്ക് ചെറിയ 2 വയസ്സായ കുട്ടിക്ക് നിങ്ങൾ ഫോൺ കൊടുത്ത് നോക്കിയാൽ മതി. നിങ്ങളൊന്ന് ഫോൺ കൊടുത്ത് നോക്കും, ആ കുഞ്ഞ് പിന്നെ എന്ത് ചെയ്യും? എന്തെങ്കിലും കാണിച്ച് നിങ്ങളിൽ നിന്ന് ആ ഫോൺ വാങ്ങാനുള്ള എല്ലാ പരിപാടികളും ആ കുട്ടികൾക്ക് അറിയാം. കിടന്ന് ഉരുളാം. ഇവിടെ കൗൺസിലിങ്ങിന് വരുന്ന ചില സമയത്ത് ചെറിയ കുട്ടികളെ, പാരന്റ്സിന്റെ കേസാണെങ്കിൽ കുട്ടികളെ ഒതുക്കി നിർത്താൻ വേണ്ടി അവരുടെ കയ്യിൽ ഫോൺ കൊടുക്കും. അപ്പൊ ഞാൻ ഈ കേസിനെ ഇടപെടുന്നതിന് മുമ്പ് നിങ്ങൾ തമ്മിൽ അടിപിടി ഉണ്ടാക്കിയ കാരണത്താൽ ആ കുട്ടിക്ക് എത്രത്തോളം മാനസിക ആഘാതം സംഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കും. കാരണം മാതാവും പിതാവും തമ്മിൽ അടിപിടി കൂടിയാല്
ഈ ശരിക്ക് കോഞ്ഞാണ്ട ഭാഗം മലപ്പുറം സ്റ്റൈലിൽ പറഞ്ഞ കോഞ്ഞാണ്ട ഭാഗം ലൈഫ് കുട്ടിയുടേതാണ്. ആദ്യം എന്നെ ഞാൻ പരിചയപ്പെടുത്തിയില്ല അല്ലെ. എന്നെ പരിചയപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾ 10 മക്കളുള്ള കുടുംബത്തില്, അല്ലെങ്കിൽ എന്റെ പിതാവിനും മാതാവിനും 10 മക്കളാണ്. അതിൽ 2 പെൺകുട്ടികളും 8 ആൺകുട്ടികളുമാണ്. അതിൽ മൂത്ത ആൺകുട്ടി ഞാനാണ്. അപ്പോ താഴെയുള്ള കുട്ടികളെ നോക്കുക എന്നത് എനിക്ക് ആവശ്യമില്ലെങ്കിലും ജീവിക്കുക എനിക്ക് അത്യാവശ്യമാണ്. പക്ഷെ കുടുംബത്തിലെ സാമ്പത്തിക ബാധ്യതകളും പ്രാരാബ്ദങ്ങളും കാരണത്താൽ പഠിച്ചു വളർന്നത് ഓർഫനേജിലാണ് 10ാം ക്ലാസ് വരെ. അതിനുശേഷം പിന്നെ വളരുന്നത് മദ്രസയിലെ അധ്യാപകനായി ജോലി ചെയ്തുകൊണ്ട് അന്ന് കിട്ടുന്ന 150 രൂപ ശമ്പളത്തിനാണ് ഞാൻ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ഒക്കെ പാസ്സായിട്ടുള്ളത്. ഇപ്പോ സർവശക്തന്റെ അനുഗ്രഹത്താല് PG 2 PG എടുത്തിട്ടുണ്ട്, ഡിഗ്രി 2-3 എടുത്തിട്ടുണ്ട്. പഠിക്കുക എന്നത് ഹരമാക്കി എടുത്തത് കൊണ്ട് NLPയും അതുപോലുള്ള കൗൺസിലിംഗ് ക്ലാസ്സുകളും ഡയറക്റ്റായി ചെയ്തുകൊണ്ടിരിക്കുന്നു, പഠിക്കുന്നുണ്ട്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. NLPയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. വളരെ പെട്ടെന്ന് റിസൾട്ടുകൾ കിട്ടുന്ന സൈക്കോളജിസ്റ്റുകൾ അല്ലാത്തവർ സൈക്കോളജിയെ ഉപയോഗപ്പെടുത്തിയതാണ്. സൈക്കോളജിസ്റ്റുകളല്ല, മാത്തമാറ്റീഷ്യൻസ് ഒക്കെയാണ് ഇവരൊക്കെ. ഈ പറയപ്പെട്ട റിച്ചാർഡ് ബാൻഡറും, പറയപ്പെട്ടെന്ന് പറഞ്ഞ് ഞാൻ ആദ്യം പറയണല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട്, കുറച്ച് മുമ്പുള്ള ക്ലാസ്സിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോ റിച്ചാർഡ് ബാൻഡറും അതുപോലെ തന്നെ ജോൺ ക്ലിൻഡറുമാണ് ഈ NLP ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അവർ തുടങ്ങി വെക്കുന്നത്. അവരുടെ ഉദ്ദേശം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇനി പിന്നെ അസ്ന പറഞ്ഞതുപോലെ NLP ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ മോശമാണല്ലോ, അതുകൊണ്ട് പറയാണ്. ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ കഴിയും, ഒരു പേപ്പർ കൊടുത്താൽ അതുപോലെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ കഴിയും. എങ്കിൽ ഒരാളുടെ കോപ്പി, ഒരാളുടെ സ്കില്ല് ഉണ്ടെങ്കിൽ ആ സ്കില്ല് നമുക്കും പഠിക്കാൻ കഴിയില്ലേ? ഒരാൾക്ക് കഞ്ഞി വെക്കാൻ അറിയാം, കള്ളന് കഞ്ഞി വെച്ചൊന്നും കേട്ടിട്ടുണ്ടല്ലോ, ഒരു കഞ്ഞി വെക്കാൻ അറിയാം എങ്കിൽ കഞ്ഞി വെക്കാൻ ഇന്നത് സാധനങ്ങളാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഞ്ഞി വെച്ചൂടെ? ഇതേ സാധനം ഒരാൾക്കൊരു സ്കില്ലുണ്ട്, വളരെ വലിയ ബിസിനസ്മാൻ ആയ ഒരാൾക്കൊരു സ്കില്ലുണ്ട്, ഉദാഹരണം യൂസുഫ് അലിക്ക് ഒരു സ്കില്ലുണ്ട്. ആ സ്കില്ല് നമ്മൾ ഉപയോഗിച്ചാൽ സെയിം ഹൈറ്റിലേക്ക് നമുക്ക് ഉയരാൻ കഴിയില്ലേ? കഴിയും. ഈ സാധനത്തിന് കുറെ ട്രിക്കുകളും ടെക്നിക്കുകളും ഉപയോഗപ്പെടുത്തിയിട്ടാണ് NLPയെ വളർത്തിയെടുത്തത്. അതാണ് NLPയുടെ ബേസ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഒരാളിൽ ഒരു സ്കില്ല് ഉണ്ടെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അത് തന്നെയാണ് നമ്മൾ ഇനി പണത്തിനെ കുറിച്ചും പഠിക്കാമെന്ന് പറയുന്നത്. പണക്കാരനാവാനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ചില ടെക്നിക്കുകൾ ഉണ്ട്, അത് നമ്മളെ കയ്യിൽ കൊണ്ടുവന്നാൽ മതി. ഇപ്പൊ നിങ്ങൾ പല ആളുകൾക്കും സംസാരിക്കാനുള്ള അവസരമില്ലെങ്കിലും ടെക്സ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ടല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ, വെരി ഗുഡ്. ക്ലാസ്സിൽ ഇടപെട്ട് കഴിഞ്ഞാൽ എന്ത് സൗണ്ടിനും ഞാൻ കേൾക്കാറില്ല, അങ്ങനെയാണ്. ഇന്ന് ശരിക്കും എനിക്ക് പനി പിടിച്ച് കിടക്കുകയായിരുന്നു. എന്നിട്ടും യെസ് ഐ ആം റെഡി ടു ഡു എന്നത് ചിന്ത വന്നതോടുകൂടെയാണ് ഞാൻ ആക്ടിവേറ്റ് ആയത്. ഇപ്പോഴാണ് അത് കേട്ടു എന്നുള്ളത്, നിങ്ങളുടെ സൗണ്ട് കേട്ടപ്പോഴാണ് അത് കഴിഞ്ഞു എന്നുള്ളത് തിരിച്ചറിയണത്, അല്ല ടെക്സ്റ്റ് കണ്ടപ്പോഴാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. വാൺ ചെയ്തതിന് താങ്ക്സ്. അപ്പൊ പറഞ്ഞു വന്നത്, ഈ 4 ഹോർമോണുകളിലെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യണത്. ഒന്ന് ഡോപ്പമിനാണ്. ഡോപ്പമിൻ എവിടെ നിന്നാണോ കിട്ടുക, ആ കിട്ടാനുള്ളത് എവിടെ നിന്നാണെങ്കിലും അത് കിട്ടിക്കൊണ്ടിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന്, മദ്യപിക്കുന്ന ഒരാൾക്ക് ആ കിട്ടുന്ന സമയത്ത് ആദ്യം നമ്മുടെ ശരീരം പറയും വേണ്ടട്ടോ. എന്നാൽ ഈ വേണ്ട എന്ന് പറയുന്നതോട് കൂടെ 1-ാം ദിവസം നമ്മൾ വൊമിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്ഷീണം ഉണ്ടാവാം, തല കറങ്ങാം, അങ്ങനെ ഒരുപാട് കേസുകൾ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് പറയും അതൊന്നും കുഴപ്പമില്ല, 2 ദിവസം പോട്ടെ എന്നൊക്കെ പറയും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരം എന്ത് ചെയ്യും, അത് വീണ്ടും വേണ്ട എന്ന് പറഞ്ഞതിന്റെ അളവ് കുറക്കുകയും പിന്നെ വേണമെന്ന ഡോപ്പമിൻ കിട്ടുന്ന സാധനമാണെങ്കിൽ അതിനു വേണ്ടി വീണ്ടും നമ്മുടെ ശരീരം അതിനെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മള് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് മദ്യത്തെ കുറിച്ചാണെങ്കിലും മയക്കുമരുന്നിനെ കുറിച്ചാണെങ്കിലും അതുപോലെ തന്നെ സിഗരറ്റിനെ പോലത്തുള്ള ലഹരിയെ കുറിച്ചാണ്, അല്ല ഇനി ചായയാണ്, കാപ്പിയാണ്, വേണ്ട ഫോണാണ്, ഇതെല്ലാം ഡോപ്പമിൻ കിട്ടുന്ന സാധനമാണ്. നിങ്ങൾക്കും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ എല്ലാ ദിവസങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും അറിയാതെ ഈ കൃത്യസമയത്ത് എത്തിയിട്ടുണ്ടാവും. 7 മണിക്കാണ് നിങ്ങൾക്ക് കൃത്യം കിട്ടാറുള്ളത് എങ്കിൽ ഇന്നും നിങ്ങൾ കൃത്യം 7 മണിക്ക് എത്തുമായിരുന്നു. 7:05 7:10 എത്തിയാലും മതിയെന്ന് തോന്നുമ്പോൾ 7:05 7:10 ആ സമയമാകുമ്പോഴേക്കും നമ്മൾ എത്തും. അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം. അപ്പോ കൃത്യസമയത്ത് നമ്മൾ കിട്ടിയ ശീലമായി, അല്ല കൃത്യസമയമാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ സിസ്റ്റം നമ്മളത് വാൺ ചെയ്യും. അങ്ങനെയാണ് ഈ ഡോപ്പമിന്റെ സിസ്റ്റം. അപ്പൊ കുട്ടികളുടെ കൗൺസിലിംഗ് കേസ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത്, കൗൺസിലിംഗിനൊക്കെ വരുന്ന കുട്ടികളെ മാറ്റി നിർത്താൻ മാതാപിതാക്കൾ കൊടുക്കുന്ന സാധനം ഇതാണെങ്കിൽ, ഫോണാണെങ്കിൽ കുട്ടിക്ക് ഡോപ്പമിൻ കിട്ടുകയും ഇനി കുട്ടിക്ക് അത് കിട്ടിയേ മതിയാകൂ. അപ്പൊ നമ്മൾ ആ കുട്ടി എന്ത് ചെയ്യും, അത് വാങ്ങാൻ പരമാവധി നോക്കും. താന്ന് പറയും കൊടുക്കില്ല, കുട്ടി കരഞ്ഞു നോക്കും, കിടന്ന് ഉരുള് നോക്കും, എന്തെല്ലാം നിങ്ങളെ അസ്വസ്ഥപ്പെടുത്താൻ പറ്റുമോ എല്ലാം ചെയ്യും, വാവിട്ട് കരയും. അപ്പൊ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ പറയും ഒന്ന് കൊടുത്തേക്ക്, കുട്ടി ജയിച്ചു നമ്മൾ തോറ്റു.
പിന്നെ കുട്ടിക്കറിയാം ഏത് സമയത്തും ഇത് കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. നമ്മൾ ഇനി എന്ത് ചെയ്യണം? കൊടുക്കുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുന്നു, 5 മിനിറ്റ് 2 മിനിറ്റ് സമയം വെച്ചിട്ട് കൊടുക്കുക. കാരണം ഒരു ദിവസം കൊണ്ട് നിർത്തിയാലും നിങ്ങൾക്ക് അത് പണിയാവും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ സാധനം കുട്ടിയുടെ മുന്നിൽ കാണിക്കാതെ വെച്ചാൽ മതി. കുട്ടിയെ കാണിക്കാതെ നിങ്ങൾക്ക് ഫോണിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ യെസ് കഴിയുമെങ്കിൽ കുട്ടിയും ആ ഒരു അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെട്ടു പോരും. പറഞ്ഞു വന്നത് ഡോപ്പമിനെ കുറിച്ചാണ്. അപ്പൊ ഡോപ്പമിൻ കിട്ടുകയാണെങ്കിൽ അത് കിട്ടാനുള്ള എല്ലാ പണികളും നമ്മൾ തന്നെ ചെയ്യും. അപ്പൊ നമ്മളും ഫോണിലാണ്, സോഷ്യൽ മീഡിയയിലാണ് എന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് ഡോപ്പമിൻ എന്നൊരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, സന്തോഷത്തിന്റെ ഹോർമോൺ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് കിട്ടാൻ വേണ്ടി വീണ്ടും വീണ്ടും പണിയെടുക്കും. അപ്പോ ഇനി എങ്ങനെയാണ് ഇത് ബോധപൂർവം ഉണ്ടാക്കുക? ഇത് ഈ ഹാംഫുൾ ആയ ശരീരത്തിന് വേണ്ടാത്ത സാധനങ്ങൾ നമുക്ക് ഉപേക്ഷിക്കാം. ആദ്യം പറഞ്ഞു മദ്യം വേണ്ട, മയക്കുമരുന്ന് വേണ്ട, ചായയും കാപ്പിയും വേണ്ട, ഫോണും വേണ്ട. ആദ്യം പറഞ്ഞ ടോണ് മാറ്റി ഞാൻ. ചായയും കാപ്പിയും ലഹരിയാണോ? അതെ ലഹരിയാണ്. ലഹരി എന്ന ഉദ്ദേശത്തിലല്ല നമ്മൾ കുടിക്കാറുള്ളത്. ഒരു ചൂട് കിട്ടണം രാവിലെ എഴുന്നേറ്റ ഉടനെ. എങ്കിൽ ആ ഇന്നും എണീക്കുമ്പോ നമ്മൾ ബ്രെയിൻ പറയും ഇന്ന് ആ സാധനം കിട്ടിയില്ല. ആ സാധനത്തിന് നമ്മൾ പേര് പറയും ചായ അല്ലെങ്കിൽ കാപ്പി. അപ്പൊ അതിൽ നിന്ന് നമുക്കൊന്ന് രക്ഷപ്പെടണമെങ്കിൽ യെസ് ഇന്ന് മുതൽ ഞാനത് തരുന്നില്ല, കുടിക്കുന്നില്ല എന്ന് തീരുമാനമെടുത്ത് നോക്കൂ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തലക്കൊരു പെരുപ്പുണ്ടാവും. നടക്കാൻ കഴിയില്ല, ഇരിക്കാൻ കഴിയില്ല, കൈകളും കാലുകളൊക്കെ കോച്ചി വലിക്കും. കാരണം ഡോപ്പോമിൻ എന്ന സാധനം കിട്ടിക്കൊണ്ടിരുന്ന സാധനം അതായിരുന്നെങ്കിൽ അത് കിട്ടിയേ മതിയാവും. അപ്പൊ അതേ സമയത്ത് നമ്മൾ ബോധപൂർവം വേറൊരു സാധനത്തിലേക്ക് തലം മാറ്റിയാൽ മതി, വേറൊരു ഭാഗത്ത് നമുക്ക് ഡോപ്പമിൻ കിട്ടിയാൽ മതി. അതെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന ചോദ്യത്തിൽ എന്തൊക്കെ നിങ്ങൾക്ക് അറിയാം? ഒന്ന്, നമ്മുടെ ലൈഫിനെ മാറ്റിയെടുക്കണമെങ്കിൽ സ്കില്ല് ആയിരിക്കണം എന്ന് നിങ്ങൾക്കറിയാലോ. എന്റെ സ്കില്ലിന് എത്രത്തോളം ആളുകളിലേക്ക് ഞാൻ എത്തിക്കാൻ കഴിയുമോ അത്രത്തോളം സമ്പന്നനായി ഞാൻ മാറും. അടുത്ത ക്ലാസ്സിൽ വരാനുള്ള പോയിന്റാണ്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, സമ്പന്നനാവാൻ വേണ്ടി പഠിക്കുന്നതിന് ഒരു കണ്ടന്റ് ഇതാണ്. എന്റെ സ്കില്ലിനെ ഞാൻ എത്ര പേരിലേക്ക് എത്തിക്കാൻ കഴിയുമോ അത്രത്തോളം സമ്പന്നൻ എനിക്കാവാൻ കഴിയും. എന്റെ കയ്യിൽ ഒരു സ്കില്ലും ഇല്ല, പക്ഷെ അപ്പൊ എന്ത് ചെയ്യാം, വേറൊരാളുടെ ഒരു സ്കില്ലുണ്ട്, ആ സ്കില്ലിന് ഞാൻ എന്ത് ചെയ്താൽ മതി, ഹയർ ചെയ്താൽ മതി, അയാൾക്ക് ശമ്പളം കൊടുത്താൽ മതി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബിൽഗേറ്റ്സിന്റെ ഹിസ്റ്ററി. ബിൽഗേറ്റ്സ് പറയുന്നുണ്ട്, ഞാൻ പഠിക്കാൻ വളരെ മോശക്കാരനായിരുന്നു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പഠിക്കുമ്പോൾ എനിക്ക് എത്ര പഠിച്ചാലും മനസ്സിലാവില്ല, പക്ഷെ എന്റെ കൂടെയുള്ള ഒരാൾ നല്ല സൂപ്പറായിട്ട് പഠിക്കും, അവൻ പഠിച്ച് വലിയൊരു കമ്പനിയിൽ ഒരു എഞ്ചിനീയറായി മാറി. എനിക്ക് പഠിക്കാനൊന്നും കഴിയില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ചെറിയൊരു കമ്പനി തുടങ്ങി. പഠിക്കാൻ അറിയാത്ത ആൾ കമ്പനി തുടങ്ങി. ആ കമ്പനി ഹയർ ചെയ്തത് ആരെയായിരുന്നു വെച്ചാൽ ഈ പറയപ്പെട്ട മെയിൻ നന്നായി പഠിക്കാൻ കഴിയുന്ന ഈ ഒരു ആളെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹത്തിന്റെ കഴിവിനെ ഇദ്ദേഹം വാടകയ്ക്ക് എടുത്തതോടുകൂടെ ഇയാൾ ആരായി മാറുന്നു, ലോകത്ത് ഒരുപാട് കാലത്ത് സമ്പന്നനായി അതിസമ്പന്നനായി മാറിയിരുന്നു. അപ്പോൾ നമുക്ക് ഒരാളെ ഹയർ ചെയ്താലും മതി, എന്റെ കയ്യിൽ സ്കില്ലില്ലാന്ന് തോന്നുന്നത് തന്നെ നമ്മുടെ മണ്ടത്തരമാണ്. മണ്ടത്തരം എന്നേ പറയാനുള്ളൂ. ഞാൻ തന്നെ വരുമാനം ഉണ്ടാക്കുന്ന മാർഗങ്ങൾ ഇപ്പൊ NLP വരുമ്പോ നിങ്ങളോടൊക്കെ ചോദിക്കാൻ, നിങ്ങൾ എല്ലാ സ്റ്റുഡൻസിനോട് പറയാറുള്ള വാക്കാണ്, നിങ്ങൾക്ക് എത്ര പേർക്ക് അല്ലെങ്കിൽ ഒരു 25 തരം വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുമെന്ന് ചോദിക്കാറുണ്ട്. അവരോട് പേപ്പറിൽ എഴുതി വെക്കാൻ വേണ്ടി പറയും. 25 തരം വരുമാന സ്രോതസ്സുകൾ നിങ്ങളൊന്ന് ടെക്സ്റ്റ് ചെയ്യോ, 25 വിവിധ തരങ്ങൾ നിങ്ങളെ കുറിച്ച് പറയാൻ കഴിയുമെന്ന് ചോദിച്ചാൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞാലും മതി, ടെക്സ്റ്റ് ചെയ്താൽ മതി. 25 വിധത്തിലൂടെ നമുക്ക് വരുമാനം കിട്ടണം, അതിനെക്കുറിച്ചുള്ള വഴികൾ നിങ്ങൾക്ക് അറിയുമോ എന്ന ചോദ്യം. വെരി ഗുഡ് വെരി ഗുഡ്. അറിയാം. എന്താണ് ആ ടെക്സ്റ്റ് മെസ്സേജ് കാണുമ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു ആവേശം വരുന്നുണ്ട്. 25 തരത്തിലൂടെ വരുമാനം കിട്ടുമ്പോൾ നമ്മളും മാറും, നമ്മളെ ചുറ്റിയുള്ള നമ്മുടെ കുടുംബവും മാറും. അവരുടെയൊക്കെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കി, ഇതുവരെ നമ്മളൊരു ചെറിയൊരു പൈസ അല്ലെങ്കിൽ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കളെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിരുന്ന നമ്മൾ അതേ സമയത്ത് നമ്മൾ അവർക്കൊരു പണം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അത് വേറെ തന്നെയാണ്. അവർക്ക് ഇതൊന്നും വേണ്ടാന്ന് അവർ പറയാം, മാതാപിതാക്കൾ ഒരു പക്ഷെ നമ്മൾ പറയാം ഇതൊന്നും വേണ്ടട്ടോ, അത് ഇനി കയ്യിൽ വെച്ചോ, എന്നാലും നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവില്ല നമുക്കുണ്ടാവുന്ന ഒരു എനർജി, അത് വേറെ തന്നെയാണ്. അങ്ങനെ കൊടുക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ കയ്യിൽ ഒരു 10-15 സ്കില്ലെങ്കിലും വേണം. അങ്ങനെ സ്കില്ലുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ടൈപ്പ് ചെയ്യാൻ കഴിയുമോ, എന്തെല്ലാം സ്കില്ലുകൾ പറയാൻ കഴിയുമെന്ന് ജസ്റ്റ് ഏതെങ്കിലും ഒരു സ്കില്ല് ഒരാൾ ടൈപ്പ് ചെയ്താൽ മതി. ഒരാൾ ടൈപ്പ് ചെയ്ത സ്കില്ല് എന്ത് ചെയ്യണ്ട, അടുത്തയാൾ ടൈപ്പ് ചെയ്യണ്ട. ചെയ്യാവോ? എന്തെല്ലാം സ്കില്ല് എന്നിലുണ്ട്,
അപ്പോൾ ഒരാൾ ചെയ്യുമ്പോൾ യെസ് ആ സ്കില്ല് എനിക്കുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആഹാ ആഹാ, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ഒന്ന് വായിക്കുന്ന നിങ്ങൾ മേലെ നിന്ന് കണ്ടാൽ അറിയാം. ഓ വെരി ഗുഡ്. ഒരാൾ സ്റ്റിച്ചിങ്, ഒരാൾ ട്രെയിലറിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. വേറെ ഉണ്ട്. അത് ഇനി വരണ്ട, ടീച്ചിങ് ഒന്നും ഇനി വരണ്ട, വേറെ വരട്ടെ, വേറെ വരട്ടെ. വെരി ഗുഡ്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ നല്ല വരുമാനം ഉണ്ടാകുന്ന മേഖലകളാണ്. ആ, ഹോം ട്യൂഷൻ, വെരി ഗുഡ്. നല്ല എക്സ്പീരിയൻസ് ആണ് അത് കേട്ടോ. നമ്മളിപ്പോ ഒരു അൺഎയ്ഡഡ് സ്കൂളിൽ ജോലിക്ക് പോയ പോലെ അല്ല ഓൺലൈൻ ട്യൂഷന്. ഇപ്പൊ എനിക്ക് തന്നെ കിട്ടി നോക്കാൻ 83 കുട്ടികളാണ്. ഇനി 1 മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് വേറെ 10-50 പേരെ വേറെ കിട്ടാനുണ്ട്. നമ്മളൊരു ഓൺലൈനിൽ ഇരുന്നാൽ മതി, കിട്ടാൻ ആളുകൾ ഉണ്ടാവും. വരാൻ താമസം എടുക്കുന്നേ ഉള്ളൂ. അതൊക്കെ വളരെ ഫീസ് കുറച്ച്, അല്ലെങ്കിൽ ആദ്യം ഒരു ഡിസ്പ്ലേ കൊടുത്ത് ചെറിയൊരു ക്ലാസ്സുകൾ കൊടുത്താൽ മാത്രം മതി. വെരി ഗുഡ്. സൈക്കോളജി ക്ലാസ്സുകൾ, ഹഫ്സത്ത് ഓക്കെ കേട്ടോ. നമുക്ക് പാരയാകുന്നുണ്ടല്ലേ. വെരി ഗുഡ്. ക്ലാസ്സുകൾ കൊടുക്കണം, ഒരുപാട് പേരിലേക്ക് ഈ സാധനം എത്തിക്കൊണ്ടിരിക്കണം. വെറുതെ പറഞ്ഞതാണ് കേട്ടോ. മേക്കപ്പ് ആർട്ടിസ്റ്റ്, വെരി ഗുഡ്. ഒരുപാട് ആളുകൾക്ക് ആവശ്യമുള്ളതും എന്നാൽ എന്തെങ്കിലും വീരാഞ്ചി തേച്ചു കൊടുത്താലും അവരല്ലേ അതൊരു എന്താ പറയാ, ഹോംലി ഫുഡ് എന്ന് പറഞ്ഞിട്ട് ചില ഹോട്ടലുകാർ ബിസിനസ് നടത്തുന്ന കണ്ടിട്ടില്ലേ? ഹോംലി ഫുഡ്. അടുക്കളയിൽ കയറി നോക്കുമ്പോൾ അവിടെ ഉണ്ടാവും എന്നാ ചേട്ടാന്ന് ചോദിച്ചിട്ട് ബംഗാളികൾ. അപ്പൊ ഹോംലി ഫുഡ് എന്നൊക്കെ വെറുതെ പറയാം, ഹോട്ടലിന് പേര് മാറ്റിയെന്നുള്ളൂ. ഹോട്ടലിലാവുമ്പോൾ കുറച്ചും കൂടി ഫീസും ടാക്സും കൂടുതൽ കൊടുക്കണം. ഹോംലി ഫുഡ് ആണെങ്കിൽ വല്ലാതെ ഫീസൊന്നും കൊടുക്കേണ്ടതില്ല. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരുപാട് വരുന്ന സാധനങ്ങൾ വരുന്നുണ്ട്. ഫാഷൻ ഡിസൈനിങ്, മെഹന്തി വെച്ചു കൊടുക്കാൻ സിമ്പിൾ ആണ്. നമ്മളെ മക്കൾ തന്നെ നമുക്ക് പരീക്ഷ നടത്താം. എങ്കിൽ അത് സൂപ്പർ ആയി കഴിഞ്ഞാൽ വിവാഹ പെണ്ണ് റെഡി ആകുമ്പോൾ നിനക്കും നിന്റെ ഫ്രണ്ട്സിനും ഞാൻ വെച്ച് തരും കേട്ടോ. 1ാമത്തെ പ്രാവശ്യം ഇത്ര തന്നാൽ മതി. പക്ഷെ ആര് ചോദിച്ചാലും ഈ ഡിസൈൻ ആരൊന്ന് ഇതിന്റെ പേര് പറയണം കേട്ടോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ആ കല്യാണ വീട്ടിൽ പോയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് എല്ലാ ആളുകളും കാണും ചെയ്യും. സംഭവം സൂപ്പറാണ്. പറഞ്ഞു വന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇതൊക്കെ നമ്മളിലുണ്ട് ഈ സ്കില്ല്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യൂല, അതിപ്പോ എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ ചൂട്ടിരിക്കും. അതൊന്നും മാറ്റി നോക്കൂ. ഇൻകം വിവിധ രീതിയിൽ നമുക്ക് സ്രോതസ്സിലൂടെ കൊണ്ടുവരാൻ കഴിയും. ഇപ്പൊ ഈ എഴുതിയ ടൈപ്പ് ചെയ്ത ഓരോ ആളുകളോടും പ്രത്യേകം താങ്ക്സ് പറയാണ്. എഴുതാത്ത കുറെ ആളുകളുണ്ട്, അവർക്കും താങ്ക്സ്. കാരണം നിങ്ങളുടെ മൈൻഡിൽ ആകെ വന്നതൊക്കെ ആരൊക്കെ എഴുതിയെന്നാണ്. ഈ ടെക്സ്റ്റ് ചെയ്തത് ഒന്നും കൂടെ നിങ്ങൾ റീഡ് ചെയ്ത് നോക്കുക. ഈ റീഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പറയപ്പെട്ട ഡോപ്പമിൻ കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ സ്കില്ലിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. യെസ് യെസ്, ഹസന മൈദീൻ ഒരുപാട് എണ്ണം എഴുതിയിട്ടുണ്ട് അല്ലെ. ഇപ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ തുടങ്ങുന്നത് ഇതൊക്കെ ഇന്ത്യയിൽ ഒരു സ്കില്ലുണ്ട്. ഇന്ന് ഈ സ്കില്ലുള്ള നമ്മൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ അധികം കാര്യമായിട്ട് വന്നത് ലേഡീസ് ആയതുകൊണ്ടാണ് കേട്ടോ. വന്ന ജെൻസിനെ ഒഴിവാക്കിയിട്ട് പറയല്ല. നിങ്ങൾ ലേഡീസ് മക്കളവർക്ക് വേണ്ടിയിട്ട് പറയാണ്. ഭർത്താക്കന്മാർ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേണ്ടിയും പറയാം. ലേഡീസ് അധികം ചെയ്യാൻ രാവിലെ എണീറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെ പണിയിലാണ്. എന്ത് പണി? വീട്ടുജോലി. ഈ വീട്ടുജോലി ചെയ്യുന്ന അതേ ആളുകൾ സർക്കാർ ജോലി അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഈ ജോലിയൊക്കെ 8 മണി അല്ലെങ്കിൽ ബസ് വരുന്ന സമയം 7 മണിയാണെങ്കിൽ 7 മണി ആകുമ്പോഴേക്ക് വീട്ടിലെ എല്ലാ പണികളും എടുത്തിട്ട് അവർ പോയിട്ടുണ്ടാവും. തിരിച്ചു വരുന്നത് രാത്രി 7 മണിക്കാണെങ്കിലും ഉറങ്ങുന്നതിന് മുഴുവൻ ആ വീട്ടിലെ എല്ലാ പണികളും തീർന്നിട്ടുണ്ടാവും. ഞാൻ ആരെയും ഇൻസൾട്ട് ചെയ്ത് പറയല്ല കേട്ടോ, എന്നോട് ദേഷ്യം ഒന്നും തോന്നണ്ട, സത്യം പറഞ്ഞതാണ്. അല്ലെങ്കിൽ എന്റെ വീട്ടിലെ കഥകൾ പറഞ്ഞതാണ്. അപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന ചോദ്യം ഞാൻ എന്നോടും കുടുംബത്തിലെ അംഗങ്ങളോടും ചോദിക്കാം. ഇല്ല എന്ന് തിരിച്ചറിയും. നമുക്കൊരു ലാഗിങ് വരാനുള്ള ഒരു കാരണം എന്താന്ന് ചോദിച്ചാൽ ഇതിപ്പോ കുറച്ചൊക്കെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ സാവധാനം മതി. ഇങ്ങനെ സാവധാനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ കുശുമ്പ് വരും, പ്രശ്നങ്ങൾ വരും. വേറെ ഒരാൾ ഇന്നത് പറഞ്ഞു, അല്ലെങ്കിൽ ഭർത്താവ് ഇന്നത് പറഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, നല്ല മോട്ടിവേഷൻ സ്പീക്കർമാരിലൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. പെണ്ണിന്റെ ഏറ്റവും വലിയ കഴിവ് എന്താന്ന് ചോദിച്ചാൽ എന്താ പറയാ? വെരി ഗുഡ്. ജുമാന പറഞ്ഞ വളരെ വെരി ഗുഡ്, നല്ല പോയിന്റ് ആണ്. സ്വന്തം വീട്ടിൽ പോകുന്ന ദിവസം ഉണ്ടല്ലോ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്ന ദിവസം, അന്നൊക്കെ നമ്മളെ വീട് വളരെ പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യും. ഈ ലാഗിങ് വരാനുള്ള പ്രധാന കാരണം ചോദിച്ചാൽ നമ്മളെ സ്കില്ല. ലേഡീസിന്റെ പ്രത്യേക സ്കില്ലുണ്ട്. എന്റെ പ്രത്യേക സ്കില്ല് വെച്ചാൽ ഒന്നും മറക്കില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഭർത്താവ് എന്തെങ്കിലും ഒന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് മറക്കില്ല, അത് അവിടെ കിടക്കുന്നുണ്ടാവും. അതിനെക്കുറിച്ച് ആലോചിച്ച്, ഭർത്താവിനെ വേണമെന്നില്ല, ഭർത്താവിന്റെ ഉമ്മയോ അല്ലെങ്കിൽ എന്താ പറയാ നാത്തു എന്നൊക്കെ ഞങ്ങൾ മലപ്പുറത്ത് പറയാം, ഭർത്താവിന്റെ ജ്യേഷ്ഠത്തി അനിയത്തി ഇവരൊക്കെ പടക്കോട് പറയണേ ഞാൻ ചിറ്റോളി, ഞാനിങ്ങനെ പറയാം. അപ്പോ ഇവരൊക്കെ തരുന്ന ഓരോ വാക്കുകൾ കുത്തുവാക്കുകളായിട്ട് നമുക്ക് ഫീൽ ചെയ്ത് നമ്മൾ അതിന്റെ മേലെ വർക്ക് ചെയ്യും. വിട്. ഒരു 2 ചെവി ഉള്ളത് ഒന്നിൽ കേട്ടത് മറ്റിലൂടെ വിടാനുള്ളതാണ്. ഇങ്ങോട്ട് എടുക്കേണ്ട. താഴേക്ക് എടുത്താൽ അത് സങ്കടമായി മാറും. സങ്കടമായി വന്നാൽ ഈ പറയപ്പെട്ട ശരീരത്തിന് ഉപകാരമുള്ള ഹോർമോൺ അല്ല വരിക, ഉപദ്രവമായ ഹോർമോണുകളാണ് വരിക. അപ്പോഴാണ് നമുക്ക് കാലുമുട്ട് വേദന,
നടക്കാൻ കഴിയില്ല, ഊരവേദന, എന്താണെന്നറിയില്ല, വല്ലാത്ത ക്ഷീണം, ഇന്നിത്യാദി കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയേണ്ടി വരും. ഡിപ്രഷനിലേക്ക് നിങ്ങൾ പോവേണ്ടി വരും. ഈ പറയപ്പെട്ട ഡോപ്പമിനും ഓക്സിറ്റോസിനും അതുപോലെ തന്നെ സെറോട്ടോണിനും എൻഡോർഫിനും എന്നാണ് 4 അതാണ് ഈ ഡോസ് നേരത്തെ പറഞ്ഞ കേട്ടോ. ഇവ കിട്ടിയെങ്കിൽ ഓരോ രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട, ഇങ്ങനത്തെ ഈ കുശുമ്പിലും പ്രശ്നത്തിലൊന്നും ഇടപെടണ്ട. അപ്പോഴേ നിങ്ങൾ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളും നിങ്ങൾക്ക് സൂപ്പറായിട്ട് പഠിക്കാം. അതേ സമയത്ത് വേറെയും പഠിക്കാം. ഞാൻ PG ഒരു യൂണിവേഴ്സിറ്റി ചെയ്യുന്ന സമയത്ത് തന്നെ MSc സൈക്കോളജി ഒരു ഭാഗത്ത് ചെയ്യുമ്പോൾ മറ്റൊരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അതിന്റെ തന്നെ ഡിഗ്രിയും ചെയ്തിട്ട് ഒരേ സമയത്ത് നമുക്ക് ചെയ്യാം. MBA ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്, HR ലാണ്. പഠിക്കാനുള്ള താല്പര്യം വന്നു തുടങ്ങിയത് നേരത്തെ പറഞ്ഞ പോലെ 10ാം ക്ലാസ് പാസ്സാകുന്ന സമയത്തല്ല, അല്ലെങ്കിൽ പ്രീ ഡിഗ്രി സമയത്തല്ല. അതെല്ലാം കഴിഞ്ഞ് TTCയും B.Ed എല്ലാം, B.Ed തന്നെ വരാണ്ടായ കാരണം ഗൾഫിലൊന്ന് പോയിരുന്നു. ഞാൻ ഗൾഫിൽ പോയി തിരിച്ചെത്തി അതേ സ്കൂളിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ട് കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ല. അന്ന് TTC ആണ് 4ാം ക്ലാസ് വരെ പഠിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ 7ാം ക്ലാസ് വരെ പഠിപ്പിക്കാനുള്ള ആ യോഗ്യത വെച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ല. 7 വർഷത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഞാൻ മാറി നിന്നതിന്റെ ഒരു ഗ്യാപ്പ് എനിക്ക് അപ്പോഴാണ് ഫീൽ ചെയ്തത്. അതിനുശേഷം ഞാൻ B.Edലേക്ക് പോയത്. അതിനുശേഷമാണ് ഓരോ PGകളും, PGക്ക് ശേഷമാണ് ഡിഗ്രി രണ്ടാമത് ഞാൻ ഏറ്റെടുക്കുന്നത്. അപ്പൊ ആദ്യം എൻ്റെ എക്കണോമിക്സ് ഉണ്ടായിരുന്നു. അപ്പൊ എക്കണോമിക്സ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ഒരു സെഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ പറഞ്ഞു വന്നത്, നിങ്ങൾക്കും ആ സ്കില്ലുണ്ട്. എജ്യൂമി നിങ്ങളെ വീട്ടിൽ തന്നെ നിന്നാൽ മതി. എന്നിട്ട് സീക്കാൻ എജ്യൂമി റെഡി ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാ ബുദ്ധിമുട്ട്? ഇതേ സമയത്ത് എന്തെല്ലാം കോഴ്സുകൾ നിങ്ങൾക്ക് തന്ന് നിങ്ങളെ എത്രത്തോളം ഉയർത്താൻ കഴിയുമോ അതിനെല്ലാം നിങ്ങൾക്ക് നിങ്ങളെ വീടും നിങ്ങളെ സുരക്ഷിതമായ സ്ഥലവും നിന്ന് അവിടെ തന്നെ നിന്ന് ആ പറയപ്പെട്ട നിങ്ങളുടെ ഒരു എന്താ പറയണ്ടത്, വല്ലാത്തൊരു സോൺ തന്നെ പറയേണ്ടത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സോൺ, ആ സോണിൽ നിന്ന് നിങ്ങൾ കളിച്ചാൽ മതി, പഠിച്ചാൽ മതി, ഉയരാൻ നിങ്ങൾക്ക് നിങ്ങളെ ഹസ്ബൻഡും നിങ്ങളെ കൂട്ടുകുടുംബവും നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആണ്. ഫ്രീ മൈൻഡ് ആവണം, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫ്രീ മൈൻഡ് വേണമെങ്കിൽ ഈ പറയപ്പെട്ട പ്രശ്നങ്ങളോടൊക്കെ പോകാൻ പറയണം. എന്നിട്ട് സ്വസ്ഥമായി ഉറങ്ങാൻ തുടങ്ങണം. അപ്പൊ നമ്മൾ ഫോണിൽ ഉപയോഗിക്കുന്ന സമയത്തിന് ഇനി വാല്യൂ ആയിട്ട് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്നും വ്യത്യസ്തരാണ്. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ ഫോണിനെ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളാണ് നിങ്ങളെ ഞാനിങ്ങനെ തോളിൽ തട്ടിയിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. എന്തിനെങ്ങനെ അഭിനന്ദിക്കുന്നു എന്ന് ചോദിച്ചാൽ, യെസ്, ഐ കൺഗ്രാജുലേറ്റ് ചെയ്യും. നിങ്ങൾ ഇങ്ങനെ തെരഞ്ഞെടുത്തതിന്, ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഉപകാരമാണെന്ന് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ അത് ഒന്ന് കഴിഞ്ഞാൽ അടുത്ത കോഴ്സ് എടുക്കുക, കോഴ്സുകൾ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളൂ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിനെ വികസിപ്പിക്കണം. അതെന്തിനാ ഫ്രണ്ട്സ് സർക്കിളിനെ വികസിപ്പിക്കണത്? അത് എന്താ പറയാ, നമ്മൾ ബയോഡാറ്റ വെച്ച് ആളുകളെ ക്ഷണിക്കൽ മാത്രമല്ല, ഫ്രണ്ട്സ് സർക്കിളിന് അയൽ വീട്ടിൽ 10 വീടുകളെ ഉള്ളൂ. അത് നമുക്ക് നേരിൽ കൊണ്ടുപോയി സംസാരിക്കാം. അതിനേക്കാൾ കൂടുതൽ ഫ്രണ്ട്സ് സർക്കിൾ നമുക്ക് യൂട്യൂബിൽ എടുത്താൽ വേറെ കിട്ടും, ഇൻസ്റ്റാഗ്രാമിലേക്ക് വേറെ കിട്ടും, ഫേസ്ബുക്കിൽ വേറെ കിട്ടും. അങ്ങനെ ഓരോ ആപ്പിലും കയറിയിട്ട് ഫ്രണ്ട്സ് സർക്കിളിനെ വികസിപ്പിച്ചാല് നിങ്ങളുടെ സ്കില്ലിന് ആവശ്യക്കാരൻ അന്വേഷിച്ച് തേടി വരും. അപ്പൊ ആ തേടി വരുമ്പോഴേ നമ്മുടെ സ്കില്ലിനെ ഒരുപാട് ആളുകളിലേക്ക് വിൽക്കാൻ കഴിയുള്ളൂ. എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. മൈക്ക് ഓണാക്കാവുന്നതാണ്, സംസാരിക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അറിയാതെ വന്നായിരിക്കും അല്ലെ? ഓക്കെ. അപ്പൊ പറഞ്ഞു വന്നത്, നിങ്ങളുടെ സ്കില്ലിനെ എത്രത്തോളം ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുമോ അത്രത്തോളം പെട്ടെന്ന് നിങ്ങൾക്ക് വികസിക്കാൻ കഴിയും. അപ്പൊ നിങ്ങളുടെ ഇനി വെറും സ്റ്റാറ്റസ് വെക്കൽ മാത്രം പോരാ, എത്രത്തോളം ഫ്രണ്ട്സിനെ കിട്ടുമോ അത്രത്തോളം ഫ്രണ്ട്സിനെ ഒരിക്കലെങ്കിലും നിങ്ങൾ സംസാരിച്ചു തുടങ്ങണം അയാളുമായി. ഒരാളെങ്കിലും അവിടെങ്കിലും സംസാരിച്ചാൽ എങ്ങനെ ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഡോപ്പമിന്റെ കഥ പറഞ്ഞല്ലോ. ഡോപ്പമിൻ എനിക്ക് കിട്ടണമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഒരാൾക്ക് കൊടുക്കാൻ ആഗ്രഹിച്ചാൽ മതി. പണക്കാരൻ എപ്പോഴാണ് ശരിക്കും നമ്മൾ ആവാന്ന് ചോദിച്ചാൽ, നമ്മൾ അത് കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ്. എന്റെ കയ്യിൽ പിടിച്ചു വെക്കുമ്പോൾ ഞാൻ പിശുക്കനായിട്ടാണ് മാറുന്നത്, കൊടുക്കുമ്പോഴാണ് ഞാൻ പണക്കാരനാവണമെങ്കിൽ ഈ പറയപ്പെട്ട ഡോപ്പമിന്റെ പണക്കാരൻ നമ്മളാവണമെങ്കിൽ, അല്ലെങ്കിൽ ഡോപ്പമിൻ എന്റെ ശരീരത്തിൽ കൂടുതൽ ഉണ്ടാവണമെങ്കിൽ, കണ്ടോ നിങ്ങൾ ഇങ്ങനെ കൈയടിക്കണോ, ഇത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്, കാണുന്ന നിങ്ങൾക്കും സന്തോഷമാണ്. ആ സന്തോഷത്തിനെയാണ് ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോ കോശങ്ങളും പരസ്പരം കണക്ട് ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന ആ ഹോർമോണിന്റെ പേര് തന്നെയാണ് ഡോപ്പമിൻ. ഇത് കിട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പൊ കിട്ടാനുള്ള പണികൾ എടുത്തുകൊണ്ടേയിരിക്കണം. അതിന് സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ, അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, 10 കൊല്ലം മുന്നേ ഭർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ, അന്ന് എന്നോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ സ്നേഹം കാണിക്കുന്നില്ലല്ലോ. എന്റെ ഭർത്താവ് എന്നോട് സ്നേഹം കാണിക്കുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കണം. ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. എന്റെ ഭാര്യ എന്നോട് സംസാരിക്കുന്നില്ല, അയാൾക്ക് എന്നോട് സംസാരിക്കാൻ നേരമില്ല. എന്താ കാരണം? അയാൾക്കൊരു ലൈക്ക് കിട്ടുന്നത്, അയാൾക്കൊരു ഷെയർ കിട്ടുന്നത് വേറെ ഏതോ ആളുകളുടെ കയ്യിൽ നിന്നാണ്. അപ്പൊ ലൈക്കും ഷെയറും നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ
വേറെ ആളെ ലൈക്കും ഷെയറും കൊടുക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഭർത്താക്കന്മാരോട് എനിക്ക് അങ്ങനെ പറയാനുള്ളത്, നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് പഴയതാവാം, പക്ഷെ വേറെ കുറെ ആളുകൾക്ക് പുതിയതാണ്. അപ്പോ നമ്മൾ അത് കൊടുക്കേണ്ടത് പോലെ കൊടുത്തെങ്കിൽ അയാൾക്കും ആ ഡോപ്പമിൻ കിട്ടണം. എനിക്കും എന്റെ ഭാര്യയിൽ നിന്ന് കിട്ടണമെന്ന് മാത്രമേ എനിക്ക് ഞാൻ ആഗ്രഹിച്ചാൽ പോരാ, ഞാനത് കൊടുക്കാനും ബാധ്യസ്ഥനാണ്. അപ്പൊ കൊടുത്തു തുടങ്ങുക, ചിരിക്കുക, പുഞ്ചിരിക്കുക. ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോട്, കുടുംബത്തിലെ അംഗങ്ങളോട് നിങ്ങൾ പുഞ്ചിരിച്ചാൽ മതി. പുഞ്ചിരിച്ചില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മെയിൻ ചെയ്യാതെ പോയാൽ അയാൾക്കും അതുപോലെ തന്നെ ഫീൽ ചെയ്യാം. നിങ്ങൾ പുഞ്ചിരിച്ചു നോക്കും. ഞങ്ങൾ യാത്ര പോകുന്ന സമയത്ത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചില സ്റ്റാഫിന്റെ കൂടെ ഞങ്ങൾ സ്റ്റാഫ് ടൂർ പോയി. പോകുന്ന വഴിയിൽ ഞങ്ങൾ തമിഴ്നാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ എന്നെ പരിചയമുള്ള ഒരാളും ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ഒരു മേഖലയിലൂടെ, പ്രത്യേകിച്ച് കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങളൊക്കെ എന്നോട് ചിരിക്കുന്നതായിട്ട് വാഹനത്തിലുള്ള ബാക്കിയുള്ള സ്റ്റാഫ് മുഴുവൻ കാണാം. അതിന് ഒരു ടീച്ചർ ചോദിച്ചു, അല്ല മാഷെ, ഈ കാട്ടിലും നിങ്ങൾക്ക് പരിചയക്കാരോ? അപ്പൊ അവര് പുഞ്ചിരിക്കുമ്പോൾ പരിചയക്കാര് പുഞ്ചിരിക്കുമ്പോൾ എന്നാണ് ലേഡീസ് സ്റ്റാഫിന്റെ ധാരണ എന്ന് ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ അങ്ങനെ പുഞ്ചിരി കൊടുത്താൽ മതി, ഏതൊരാൾക്കും പുഞ്ചിരി തിരിച്ചറിയാൻ കഴിയും. എന്നാൽ ലേഡീസ് ജെൻസിന് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ, ചിലപ്പോൾ അയാൾ കൂടെ പോരാനും സാധ്യതയുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മൾ പുഞ്ചിരി കൊടുക്കുക. പുഞ്ചിരി പ്രവാചകൻ പറഞ്ഞ വാക്കിന് പുഞ്ചിരി ദാനമാണെന്നാണ്. ദാനം ചെയ്തുകൊണ്ടിരിക്കാനാണ് പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ ഓരോ മതത്തിലെടുത്തുന്ന നല്ല വശങ്ങൾ എടുത്തു നോക്കിയാൽ അതിലൊക്കെ ഉണ്ടാകും സാമൂഹിക സേവനവും മാനവികതയുമാണ് എല്ലാ മതങ്ങളും പറയാനുണ്ടാകുക. നമുക്കും അത് തന്നെ പറയാം, പുഞ്ചിരി കൊടുക്കാം ഏതൊരാൾക്കും. ഞാൻ ഈ ഇരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യാം? എത്ര നേരം നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ കഴിയും? എനിക്ക് അങ്ങനെ എടുക്കാൻ തന്നെ താല്പര്യമില്ല കേട്ടോ. ആ സമയത്ത് നമ്മളെ ഇന്റേണൽ ഓർഗൻസിനും അസ്വസ്ഥതകൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അല്ല, ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ, എന്നെ മുൻ പരിചയമുള്ള ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? 1086 ആരെങ്കിലും ഉണ്ടോ? രണ്ടുപേരെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവരെ പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ആത്തിക്ക ലത്തീഫ്, അത് എവിടുന്നാ പരിചയം എന്ന് പറയാവോ? ടെക്സ്റ്റ് ചെയ്യാവോ? യെസ് പറഞ്ഞാൽ മതി, എവിടുന്നാന്ന് പറഞ്ഞാൽ മതി. ടെക്സ്റ്റ് ചെയ്താൽ മതി. ആഹാ, താങ്ക് യു. പരിചയമുള്ള ആളുകൾക്ക് ഇന്നെ വേഗം മനസ്സിലാവും. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇനി രണ്ടാമത്തെ ക്ലാസ് നമുക്ക് വീണ്ടും നടത്തേണ്ടി വരും. അല്ല, സമയം പോയത് നിങ്ങൾ അറിയണ്ടോ? 7:42 8 മണിക്ക് നമുക്ക് നിർത്തണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അലാറം വെച്ചിട്ടുണ്ട്, 8 മണിയായി. അയ്യോ, എന്താ അങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇത് ഇനിയും ക്ലാസ്സുകൾ നമുക്ക് തുടരും. ക്ലാസ് നല്ലതാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ ഓക്കെ. നമ്മൾ പറഞ്ഞു വന്നത് ഡോപ്പമിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഡോപ്പമിൻ നമുക്ക് കിട്ടിയാൽ പോലെ കൊടുക്കാൻ ഈസി മെത്തേഡ്, ഒന്ന് പുഞ്ചിരിച്ചാൽ മതി. അതിൽ നിന്ന് നമുക്ക് നല്ല പുഞ്ചിരി കിട്ടും. നമ്മുടെ ഈ മുഖത്തിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ എന്റെ മുഖം മാത്രമല്ല, നിങ്ങളുടെ മുഖവും അത് സൗന്ദര്യമാവണമെങ്കിൽ കുറെ പൊട്ടിയിട്ടിട്ട് പൗഡർ ഇട്ടിട്ട് കുറെ കഴുകി അല്ല, അതുകൊണ്ടൊന്നും ഇത് വൃത്തി കിട്ടൂല. വൃത്തിയാവണമെങ്കിൽ നല്ലൊരു പുഞ്ചിരി ഫിറ്റ് ചെയ്താൽ മതി. അപ്പൊ കാണാൻ നല്ല രസമായിരിക്കും. ഈ പുഞ്ചിരി സ്ഥിരമായി കൊണ്ട് നടക്കണം നിങ്ങൾ. ഞാൻ സാധാരണ പറയാറുള്ളത് അങ്ങനെയാണ്. അവസാന യാത്രക്ക് തയ്യാറാകുമ്പോൾ ലാസ്റ്റ് എല്ലാവരും നമ്മൾ കാണാൻ വേണ്ടി പോവാത്ത നമ്മുടെ കുടുംബക്കാരും അയൽവാസികളും മുഴുവനും നമുക്ക് ചുറ്റും വട്ടമിട്ട് നമ്മളെ നോക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം പുഞ്ചിരിയോടെ അവിടെ ഇരിക്കണമെങ്കിൽ, അല്ല കിടക്കണമെങ്കിൽ, സദാസമയം പുഞ്ചിരിയെ നമ്മൾ അങ്ങോട്ട് സ്വീകരിക്കുക, പുഞ്ചിരിച്ച് കിടക്കുക. ഉറങ്ങിയിട്ട് നമ്മൾ ഉറങ്ങുകയാണ്, നമ്മൾ വീട്ടുകാരും അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ വന്ന് നോക്കുമ്പോഴും യെസ്, എന്താ ഇയാള് കാണാൻ എന്ത് രസം എന്ന് തോന്നണം. അതായത് നമ്മൾ സങ്കടങ്ങളെ കൊണ്ട് നടന്നാൽ ഈ മുഖവും സെക്കൻഡ് കൊണ്ട് മുഖം മാറും. ജസ്റ്റ് ഒന്ന് ഇമേജിൻ ചെയ്താൽ മതി. നിങ്ങളിപ്പോ വീഡിയോയിൽ കൊണ്ടുവരേണ്ടത് നിങ്ങൾക്ക് റിസ്ക് ആയതുകൊണ്ടാണ്. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ കൗൺസിലിങ്ങിന് എന്റെ അടുത്ത് വരുന്ന കൗൺസിലിങ്ങിന്റെ കഥ പറയുമ്പോൾ കൗൺസിലിംഗ് ഫീസ് കൂടി കേട്ടോ. എന്റെ അടുത്ത് കൗൺസിലിംഗിന് 25,000 രൂപ ഫീസ് വാങ്ങാല്. കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് അവരോട് പറയാറുള്ളത്, കൗൺസിലിംഗ് സൈക്കോളജി പഠിക്കുന്ന എല്ലാവരോടും വേണ്ടി പറയാനാണ്, നല്ല മാർക്കറ്റ് ഉള്ളതാണ്, നിങ്ങളൊക്കെ പഠിച്ചു വന്നാൽ മതി, അപ്പോഴേക്കും ഇതിന്റെ മാർക്കറ്റ് ഇടിഞ്ഞോളും. ഏതായാലും നിങ്ങൾ പഠിച്ചു വന്നോ, ഈ പറയപ്പെട്ട വലിയ എമൗണ്ട് നമുക്ക് വാങ്ങിയെടുക്കാൻ കഴിയും. പഠിക്കാനുള്ള ഫീസ് അത്ര ഒന്നും വേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. 25,000 പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സങ്കടമായോ? ഇത്രയൊക്കെ വാങ്ങുന്നത് അത്ഭുതമായി തോന്നുന്നുണ്ടോ? അങ്ങനത്തെ അത്ഭുതം തോന്നുന്നു വേണ്ട. എന്നെ ഇപ്പോ മഞ്ചേരി കോടതിയിൽ നിന്ന് ഒരു കേസ് എന്റെ വീട്ടിലേക്ക് വിട്ടത്, അല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്ന ഓഫീസിലേക്ക് വിട്ടത് 3 ലക്ഷം രൂപ അവര് ഫീസ് പറഞ്ഞിട്ടാണ് വിട്ടുന്നത്. ഏതാ കേസ് അറിയോ? കേസ് മണി അറിയാം. പ്രേമമാണ്. പ്രേമെന്ന് മാത്രമല്ല, അബോർഷൻ നടന്നിട്ടുണ്ട്. ഈ പെണ്ണിന് ആ ചെക്കൻ തന്നെ പറ്റുള്ളൂ. എന്നാൽ ഈ കുടുംബത്തിലേക്ക് കയറ്റാൻ പറ്റാത്ത കേസുമാണ്. ഇതൊന്ന് ഒഴിവാക്കി തരണം എന്നാണ്.
അപ്പോ വക്കീലന്മാരെ ഏറ്റെടുത്തേക്കാണ് ഇത് കംപ്ലീറ്റ് ആ കുട്ടിയിൽ നിന്നും മറപ്പിച്ച് കൊടുക്കാം, കുട്ടിക്ക് ആ ചെക്കനും വേണ്ടാന്ന് തീരുമാനം എടുക്കാം, 3 ലക്ഷം രൂപ നിങ്ങൾ കൊടുക്കാൻ റെഡിയാണോ എന്ന് ചോദിച്ചു. ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ, എനിക്കൊക്കെ 1 ലക്ഷം കിട്ടിയിട്ടുള്ളൂ. അപ്പൊ പറഞ്ഞത് ആ റെഡിയാണോ എന്ന് ചോദിക്കുകയും രക്ഷിതാവ് റെഡിയാവുകയും റെഡി ഞാൻ പറഞ്ഞു 3 സിറ്റിങ്ങിന് വരേണ്ടി വരും എന്ന് പറഞ്ഞു, വന്നു. അത് കംപ്ലീറ്റ് ഇനി ആ ചെക്കൻ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തി. അതാണ് NLPയിലെ ചില ട്രിക്കുകളാണ്. നമ്മൾ എന്തിനെ കുറിച്ച് ആലോചിക്കാനും ഒരു ചിത്രം വരും നമ്മുടെ മനസ്സിൽ. ഒരു ഉദാഹരണത്തിന് നിങ്ങളോട് പറയാം, ഇനി അസ്ന പറഞ്ഞ പ്രകാരം ഞാനൊന്ന് പറഞ്ഞില്ലെങ്കിലും മോശമല്ല, NLPയിലെ ചില ഭാഗങ്ങൾ പറയാം. നിങ്ങളോട് ഞാൻ മനസ്സിലായ ഒരു കാര്യം പറയാണ്, അത് മാത്രം ഒന്ന് മനസ്സിൽ കരുതിയാൽ മതി. ആന ബസ്, ആന ബസ്, KSRTC, റോസ്, അവിടെ നിൽക്കട്ടെ. ഈ പറയപ്പെട്ട സമയത്ത് നിങ്ങൾക്ക് ഈ ചിത്രങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വന്നോ എന്നുള്ളതാണ്. KSRTC മനസ്സിൽ വന്നോ, റോസ് വന്നോ, ആന വന്നു എങ്കിൽ അതിനർത്ഥം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മളെ മൈൻഡിലേക്ക് ആ ചിത്രം വരും എന്നുള്ളതാണ്. അപ്പൊ ചിത്രത്തിനെ എഡിറ്റ് ചെയ്യാൻ ഈസിയാണ്, ആ എഡിറ്റിംഗ് മാത്രമാണ്. അപ്പൊ എനിക്കൊരു കാമുകൻ ഉണ്ടെങ്കിൽ ആ കാമുകൻ എന്നെ എല്ലാം നോക്കും എന്നൊരു വിശ്വാസമാണ് എന്റെ ഉള്ളിൽ ഉണ്ടാവുക. ആ വിശ്വാസത്തിന് തകർക്കാൻ ഈസിയാണ്. അത് എന്താ പറയാ, ശങ്കര ശിവന്റെ അല്ലെ, അതിന് പരസ്യം പോലെ ഒന്നും അല്ല, തകർക്കാൻ പറ്റാത്ത വിശ്വാസമൊന്നുമല്ല, ഒക്കെ തകരും. വിശ്വാസം കൊടുത്താൽ മതി, വിശ്വാസം ചെറുതായി വിശ്വാസം കൊടുത്താൽ മതി, അത് രോഗമായിട്ട് മാറും. അതൊന്നും NLPയിൽ നമ്മൾ പറയണ്ടേ. ഒരു ഉദാഹരണത്തിന് അലർജി രോഗമായിട്ട് മാറുന്നതാണ്. എങ്ങനെ ഈ അലർജി വരുന്നതെന്ന് വെച്ചാൽ NLP എല്ലാ അലർജിയും അല്ല, ഒട്ടുമിക്ക ഒരു 70-80% അലർജികളും കുട്ടിക്കാലത്ത് കൊടുക്കുന്ന അഫർമേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്താ അഫർമേഷൻ എന്ന് ചോദിച്ചാൽ, ഉദാഹരണത്തിന് കുട്ടിക്കാലത്ത് മാതാവ് പറയാണ് അല്ലെങ്കിൽ പിതാവ് പറയാണ്, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ പറയാണ്, അവന് നീ പൊടിയിൽ കളിക്കണ്ട, പൊടി കളിച്ചാൽ അലർജി വരും, പൊടിയിൽ കളിച്ചാൽ അലർജി വരും, തുമ്മൽ വരും, ചൊറിച്ചില് വരും. കുട്ടി കളിച്ചുകൊണ്ടിരിക്കും. ആ പറഞ്ഞ വാക്കുകളൊന്നും കുട്ടിക്ക് വലിയ വാല്യൂ ഉണ്ടാവില്ല. പക്ഷെ ഈ കുട്ടിക്ക് ഈ പറയപ്പെട്ട ആളെ വിശ്വാസം ഉണ്ടെങ്കിൽ കുറെ കാലം കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് 30-40 വയസ്സ് കഴിയുമ്പോൾ പൊടി ഒന്ന് പാറിയാൽ മതി, തുമ്മൽ തുടങ്ങും. അങ്ങനെയാണ് അതിന്റെ കഥ. അപ്പോ ഇനി നേരത്തെ പറഞ്ഞില്ലേ 1 ലക്ഷം രൂപയൊക്കെ ഫീസ് കൊടുക്കുവോ, വെറുതെ പറയാണ്. 3 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കുവോ എന്നൊക്കെ തോന്നുകയാണെങ്കിലൊക്കെ വെറുതെ പറയാണ്. അതൊന്നല്ല. എനിക്ക് തന്നെ കിട്ടിയ ആദ്യ കാലത്ത് എനിക്ക് പഠിച്ച സമയത്ത് ഒരു കേസ് ഉണ്ടായിരുന്നു. ഈ പ്രേമത്തിന് പൊട്ടിക്കാൻ ഈസിയാന്ന് പറഞ്ഞല്ലോ, അങ്ങനത്തെ കേസും ഇടപെടാൻ വേണ്ടി വന്നപ്പോ ഒരാൾക്ക് തുമ്മലാണ്, വീട്ടിൽ പൊടി എവിടെയോ കണ്ടു എന്ന ഫീലിംഗിൽ അയാൾ തുമ്മാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അലർജി ഉണ്ടോ? ഉണ്ട്. നമുക്കത് മാറ്റിയാലോ? ഓക്കെ. അപ്പോ ഫീസ് കൊടുത്തിട്ടുണ്ടോ? അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. തുടങ്ങി അയാള് പൊടിയുടെ അലർജി മാറി. അതായത് പൊടിയുടെ അലർജി ഉള്ള ആള് പൊടിയെ കുറിച്ച് പറഞ്ഞാൽ മതി, അവിടെ മൂക്കിന്റെ ഭാഗത്ത് ചൊറിയും, ഈ ഭാഗം ചോന്ന് വരും ഒക്കെ, ചുവന്ന് വരും. ചുവന്ന് വരാന്ന് മലപ്പുറം, ചുവന്ന് വരും. അപ്പൊ ആ വരുന്ന സമയത്ത് പിന്നെ ഇവരുടെ അസ്വസ്ഥതകളെ നമ്മൾ തിരിച്ചറിയുകയും അതിനെ കൂളായിട്ട് അത് മാറ്റുകയും ചെയ്തു. അപ്പൊ അയാൾ മാറിയെന്ന് കഴിഞ്ഞ ഉടനെ അയാളെ പോക്കറ്റിൽ നിന്ന് 200 രൂപ എനിക്ക് ഫീസ് തന്നത്. സന്തോഷത്തോടെ ഞാൻ സ്വീകരിച്ചു. കുറച്ച് കഴിഞ്ഞ് അയാൾ പുറത്തിറങ്ങി. കുട്ടിയുടെ കേസ് മാറിക്കഴിഞ്ഞ ശേഷം അയാൾ പുറത്തിറങ്ങിയ ശേഷം അയാളെ വണ്ടിയിൽ കുറെ പൊടികളുണ്ട്. ആ പൊടികളൊക്കെ ഇങ്ങനെ അടുത്ത് മുകളിലേക്കൊക്കെ മേലേക്കൊക്കെ ആക്കി നോക്കുന്നു. അയാൾ തുമ്മുന്നില്ല, ചൊറിച്ചില് വരുന്നില്ല. അയാൾ നേരെ ഇറങ്ങി വന്നിട്ട് പിന്നെ എനിക്ക് ഒരു കെട്ട്, അയാളെ അണ്ടർവിയർ എന്നൊരു കെട്ടിട്ട് തന്നു. 10,000 രൂപ ഉണ്ടായിരുന്നു. അതേ 200 തന്നതിന് പുറമെയാണ് അയാൾ ഈ 10,000 തരും. ഞാനത് വാങ്ങി വെച്ചു. റെക്കോർഡിംഗ് ആണ്, കളവെന്ന് പറയാല്ല കേട്ടോ. അത് കഴിഞ്ഞ് അയാള് പോയി ഞാൻ ഓക്കെ, അയാളെ കൂടെ വരുന്ന സമയത്ത് അയാൾ വീടിന്റെ മുറ്റത്തുള്ള പൊടികളിൽ അയാൾ കളിക്കുന്ന കാണുന്നുണ്ട്. പൊടി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നു, കയ്യിലെടുക്കുന്നു, മേലക്കിടുന്നു, കണ്ടാ വട്ടായിന്ന് തോന്നിപ്പോകും. അപ്പൊ ഞാന് അയാളോട് ചോദിച്ചു, അല്ല നിങ്ങളുടെ അസുഖം കൂടിയോ എന്ന് ചോദിച്ചു. അല്ല, അത് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല, ഏതോ കാലം പോലെ ഞാൻ തുമ്മൽ തുടങ്ങിയതാണ്, ഇത്രയധികം പൊടി എന്നെ മേലക്കിട്ടിട്ടും എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അയാളെ കയ്യിലുള്ള ഒരു വാച്ച് ഉണ്ടായിരുന്നു, വില കൂടിയ വാച്ച്, അതും എനിക്ക് ഊരി തന്നിട്ടാണ് അയാൾ പോയത്. എന്ന് വെച്ചാൽ ഒരാളുടെ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങളുടെ സൈക്കോളജി അല്ലെങ്കിൽ ഈ പഠനങ്ങൾ, നിങ്ങളുടെ ഓരോ പഠനങ്ങളും നിങ്ങൾക്കത് ഉപകാരമാവും. അപ്പോ നമ്മൾ ഇനി കൗൺസിലിംഗ് സൈക്കോളജിയും എജ്യുമിയുടെ കീഴിൽ പഠിപ്പിക്കാൻ തുടങ്ങുന്നുണ്ട്. ഞാനും അതിന്റെ ഒരു ഭാഗമായി കൂടെയുണ്ടെന്നാണ് എന്റെ വിശ്വാസം. തുടങ്ങാം നമുക്ക്. ഓക്കെ. അപ്പൊ ഡോപ്പമിൻ എങ്ങനെയൊക്കെ കിട്ടും? ഇപ്പൊ ഇതുവരെ നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്നും പരമാവധി ഞാൻ ഡോപ്പമിൻ തന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സമയം പോയത് അറിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങളുടെ വാച്ചിലേക്കൊന്ന് നോക്കിയേ സമയം എത്രയായി എന്നുള്ളത്. ഇനി ആകെ 10 മിനിറ്റ് സമയമാണുള്ളത്. അപ്പൊ ഈ ക്ലാസിന്റെ ബാക്കി ഭാഗം നമുക്ക് 10 മിനിറ്റ് കൃത്യമാണ്, കന്നഡ കഥ പറയുന്നത് 7:50. അപ്പോ
ഇനി ഞാൻ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്, ബ്രേക്ക് ചെയ്യാണ്. ഇനി എന്തെങ്കിലും നമ്മുടെ ക്ലാസ് നടക്കുകയാണെങ്കിൽ 7 മണി പറഞ്ഞാൽ 7 മണിക്ക് നമുക്ക് തുടങ്ങണം. വേറെ കുറെ സമയത്തിന് ലാഗിങ് കൊടുക്കേണ്ടതില്ല. 7 മണിക്ക് സ്വാഗതം പറഞ്ഞ ആരെ ഉള്ളവർ തുടങ്ങുന്ന ഒരു സിസ്റ്റം നമുക്ക് തുടങ്ങണം. ക്ലാസ് മെച്ചമാണെങ്കിൽ കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഇത് ലാസ്റ്റ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുള്ള സമയം തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ 10 മിനിറ്റിന് നിങ്ങൾക്ക് വേണ്ടി തരാം, മാറ്റി വെക്കാണ്. ഇനി നമുക്ക് ഡോപ്പമിൻ കഴിഞ്ഞ് ഓക്സിറ്റോസിനും സെറോട്ടോണിനും അതുപോലെ തന്നെ എൻഡോർഫിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ട്. മറ്റൊരു സമയത്ത് സംസാരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, പറഞ്ഞോളൂ. ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ടെക്സ്റ്റ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളെ മൈക്ക് ഓൺ ചെയ്യണമെങ്കിൽ ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. യെസ്, അതന്നെയാണ്. എല്ലാ സമയവും പുഞ്ചിരിക്കാൻ നമുക്ക് കഴിയണം. അത് നമ്മൾ മായുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ നമുക്ക് സങ്കടം വരുമ്പോഴാണ്. ആ സങ്കടം നമ്മളെ തകർക്കുന്നുണ്ട്, ദേഷ്യവും നമ്മളെ തകർക്കുന്നുണ്ട്. ഒരു കാര്യം നിങ്ങളോട് ഇങ്ങനെ പറയട്ടെ, അമ്മമാരും അച്ഛന്മാരും ഇവിടെ കൂടുതൽ ഉള്ളത് കൊണ്ട് പ്രത്യേകം പറയാണ്, എനിക്ക് ദേഷ്യം വന്നാൽ ആ സമയത്ത് ഞാൻ ഒരാളോട് മിണ്ടരുത്, മിണ്ടാതിരിക്കുക. അത്ര സമയം മിണ്ടാതിരുന്നാൽ ഒരാൾക്കും നമ്മളെ കൊണ്ടൊരു ഹാനി ഉപദ്രവം ഉണ്ടാകില്ല. ഉപകാരം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും ഉപദ്രവം ചെയ്തുകൂടാ. കാരണം ഒരാൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പ്രത്യേകിച്ച് നമ്മളെ സബോർഡിനേറ്റ്സ്, നമ്മുടെ മക്കള്, നമ്മുടെ വിദ്യാർത്ഥികള്, ഇവരോടൊക്കെ നമ്മൾ അമിതമായി ഷൗട്ട് ചെയ്യാൻ സാധ്യതയുണ്ടാവും. ഷൗട്ട് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു വേദന വരും. ആ വേദന എത്രത്തോളം വലിയ മുറിവാണെങ്കിൽ നമുക്കറിയില്ല. കത്തി കൊണ്ട് കൊണ്ടാൽ ഇത്ര ഭാഗത്തുള്ള മുറിവായിരുന്നു, ഇത്ര വലുപ്പമുണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. 2 സ്റ്റിച്ചിട്ടാൽ 3 സ്റ്റിച്ചിട്ടാൽ പരിഹരിക്കപ്പെടുന്ന കുത്തേ കിട്ടിയിട്ടുള്ളൂ നമുക്ക് പറയാം. പക്ഷെ വാക്ക് കൊണ്ടുള്ള മുറിവ് വലുതാണ്. അപ്പൊ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ഒരാളോടും സംസാരിക്കാതിരിക്കുക. നമുക്ക് എപ്പോഴാണ് ഈ സങ്കടം വന്നതെന്ന് ചോദിച്ചാൽ വേറൊരാളുടെ ദേഷ്യമോ വേറൊരാളുടെ ഇറിറ്റേഷനോ നമ്മളിലേക്ക് പാസ് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഇന്ന് നിങ്ങൾ തീരുമാനമെടുക്കുക. ഒരൊറ്റ വാക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിൽ പറഞ്ഞ്, എന്നെ ഒന്ന് പറഞ്ഞ, എന്നെ മനസ്സോട് പറഞ്ഞാലും മതി, എന്നെ വേദനിപ്പിക്കാൻ നിങ്ങൾക്കാവും? ഇല്ല. എന്നെ മുറിവാക്കാൻ നിങ്ങൾക്കാവും? വേദനിക്കണോ വേണ്ടേന്ന് ഞാൻ തീരുമാനിക്കും. നിങ്ങൾക്ക് എന്നെ മുറിവാക്കാം, പക്ഷെ വേദനിക്കണോ വേണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. അപ്പോൾ ഓരോ വാക്കുകളും ഇനി നമ്മുടെ സങ്കടത്തെ കൊണ്ടുവരില്ല, സന്തോഷത്തെ നിറക്കും. സന്തോഷം നമ്മളിൽ നിറച്ചിരിക്കും. അതിനുവേണ്ടി നമ്മൾ ഇനി ഒരാളുടെ കീഴിലും മുഖം താഴ്ത്തേണ്ടതില്ല. നമ്മളെ നട്ടലിനെ എന്താ പറയാ, സർവശക്തന്റെ മുന്നിൽ, നിങ്ങൾ ദൈവത്തിന്റെ മുന്നിൽ മാത്രം വളച്ചാൽ മതി. വേറെ ഒരു മനുഷ്യന്റെ മുന്നിൽ നിങ്ങൾ വളക്കരുത്. നട്ടൽ ഉയർത്തി നിങ്ങൾ ജീവിക്കുക. അതിന് പഠനം തന്നെയാണ് എജ്യൂമി തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ നട്ടൽ ശക്തിയായിരിക്കണം. ഓക്കെ, ദേഷ്യം വരുന്ന സമയത്ത് എങ്ങനെ ഫേസിൽ പുഞ്ചിരി കൊണ്ടുവരാൻ സാധിക്കുക? യെസ്, ദേഷ്യം, നിങ്ങൾ എന്നെ ദേഷ്യം പഠിപ്പിച്ചോ, ഞാൻ ചിരിച്ചു കാണിക്കാം. നിങ്ങൾ സെയിൽസ്മാൻ ആണെങ്കിൽ കസ്റ്റമർ വന്നിട്ട് നിങ്ങളോട് ദേഷ്യം പിടിപ്പിച്ച് നിങ്ങൾ അങ്ങോട്ട് ദേഷ്യം കാണിച്ചാൽ നിങ്ങളെ മാത്രമല്ല ബാധിക്കുക, ആ സ്ഥാപനത്തിനെ തന്നെ പൂട്ടിക്കും. അപ്പോ അവിടെ നമ്മൾ എന്താ ചെയ്യുക? ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പഠിക്കും. നിങ്ങളെ കുട്ടിയുടെ കയ്യിൽ കത്തിയുണ്ട്, ബോംബുണ്ട്, നിങ്ങൾ കത്തി താഴെ ഇടാന്ന് പറഞ്ഞാൽ നമ്മളെ കിരീടത്തില് അച്ഛൻ പറയണ പോലെ പറഞ്ഞ പോരല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ദേഷ്യത്തെ കുട്ടിയിലേക്ക് കൊടുക്കുന്നതിന് പകരം പുഞ്ചിരി കൊടുത്ത് നോക്കി. നിങ്ങൾ എന്നെ കളിയാക്കാണില്ലേ എന്ന് പറയുന്നവര്, കളിയാക്കി ചിരിക്കലല്ല, പുഞ്ചിരിച്ചാൽ മതി. അപ്പൊ നമ്മൾ ഇനി കൊടുക്കുന്ന ദേഷ്യത്തിന്റെ അളവിനെ കുറച്ച്, ഒരു ദിവസം കൊണ്ട് കഴിയില്ല കേട്ടോ. ചില ആളുകൾ നമ്മളെ ക്ലാസ്സിൽ വരുന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ 3 ഫോണ് ഞാൻ എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദേഷ്യം തീർക്കാനും കയ്യിലുള്ള ഫോൺ എറിയ. ആർക്കാ നഷ്ടം? അയാൾക്ക്. ആരോടാണ് ദേഷ്യം? ഭാര്യയോട്. അപ്പൊ ഈ ദേഷ്യം ഭാര്യ നാളെ തിരിച്ചു തരൂല്ലേ? ഇന്ന് പറഞ്ഞ ഒരു വാക്ക് അത് നാളെ തിരിച്ചു കിട്ടിയിരിക്കും നിങ്ങൾക്ക്. മറക്കില്ല, ഒരാളൊന്നും മറക്കില്ല. കാരണം അങ്ങനെയാണ് അതിന്റെ കാലത്തിന്റെ പോക്ക്. ഞങ്ങളെ സ്കൂളിൽ തന്നെ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇന്ന് എനിക്ക് തല കറങ്ങുകയും നല്ല അസ്വസ്ഥമായിരിക്കുകയും ചെയ്തപ്പോ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ടീച്ചർ വന്നിട്ട് പറഞ്ഞു, മാസ്റ്റേ പ്രായമായി എന്ന ചിന്ത വേണം കേട്ടോ എന്ന് പറഞ്ഞു. അത് കുറച്ച് മുമ്പ് ആ ടീച്ചർ സുഖമില്ലാതെ കിടന്ന സമയത്ത് തല മിന്നുകയാണെന്ന് പറഞ്ഞ് ഡെസ്കിൽ തല വെച്ച് കിടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ വാക്കാണ് അത്. ഞാൻ പറഞ്ഞിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ. തിരിച്ചാ വാക്ക് എന്നിലേക്ക് തന്നെ തിരിച്ചു തന്നു. ഒരു വാക്കും വായുവിൽ വെറുതെ പറന്ന് കിടക്കില്ല, ഒക്കെ തിരിച്ചു വരും. നിങ്ങളെ മക്കളോട് അമിതമായി ദേഷ്യപ്പെടുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ചോരത്തിളപ്പുണ്ട്, ഇത് പറ്റും.
അന്ന് ഈ കുഞ്ഞിനായിരിക്കും മസില്, ഈ കുഞ്ഞായിരിക്കും നിങ്ങളെ സംരക്ഷിക്കുന്ന ആൾ. ഇതേ വാക്കുകൾ അവർ അന്ന് പറയും. ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ നിങ്ങളെ എന്താ പറയുക ശപിക്കുകയോ ചെയ്തതല്ല. ബി അവെയർ. നമ്മൾ ആ വിഷയത്തെ കുറിച്ച് അവെയർ ആവുക. അപ്പൊ നമ്മൾ ഇനി ദേഷ്യം വന്നാൽ മിണ്ടൂല. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ട്ടോ, അങ്ങനെ പറഞ്ഞാൽ മതി. ആ ദേഷ്യത്തിന് അവിടെ ഒതുങ്ങും, എന്നിട്ട് ചിരിക്കാൻ നമുക്ക് കഴിയും. അപ്പൊ നമ്മൾ ഒരാൾ ശകാരിക്കുമ്പോ നമ്മളെ കയ്യിലൊരു തെറ്റ് പറ്റിയാൽ പറഞ്ഞാൽ മതിയല്ലോ, സോറി തെറ്റ് പറ്റിട്ടോ, ഒന്നും പറയണ്ട, സോറി സോറി സോറി. നിങ്ങൾ ഈ ബാക്കി പറഞ്ഞോ. ഇനി ഭർത്താവിന്റെ കാര്യം പറയാം. ഭർത്താവിന് ദേഷ്യം പിടിച്ചാല് ആർക്കാ നഷ്ടം എന്നറിയോ? ഭാര്യക്ക് തന്നെയാണ്. എന്താ കാരണം? ഭാര്യക്ക് എങ്ങനെ നഷ്ടം വരിക എന്നറിയോ? അത് സൈക്കോളജി മാത്രം പഠിച്ചാൽ പോരാ, ബയോളജി കൂടി പഠിക്കണം. ദേഷ്യം പിടിക്കുന്ന സമയത്ത് നമ്മുടെ കിഡ്നിയെ കാണിക്കാണ്, ഇങ്ങനെ ഒട്ടി കാണിക്കാണ്. കിഡ്നിയുടെ പരിസരത്ത് എപ്പിനെഫ്രിക്, കോർട്ടിസോൾ എന്ന 2 ഹോർമോൺ ഉണ്ടാവും. ഇത് ഉണ്ടായാൽ ദേഷ്യം കൂടിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ കിഡ്നി ഫെയിലിയർ ആവും. നിങ്ങളുടെ നാട്ടില് കിഡ്നി ഫെയിലിയർ ആയ ആളെ കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയാൽ മതി. അവരൊക്കെ അമിതമായി ദേഷ്യം കാണിച്ചിരുന്ന ആളുകളാണ്. അപ്പൊ ഭർത്താവ് ദേഷ്യം കാണിക്കുകയാണെങ്കിൽ നിന്റെ കരളേ നല്ല നീ വിളിക്കേണ്ടത് നിന്റെ കിഡ്നിയെന്ന് വിളിക്കണം. നിങ്ങളെ സെയിം ബ്ലഡ് ഗ്രൂപ്പ് അയാളാണെങ്കിൽ അയാളെ ബ്ലഡ് ഗ്രൂപ്പ് അയാൾ കൊടുക്കാൻ നിങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോ അയാൾ ദേഷ്യം കാണിക്കണ്ട, നിങ്ങളും ദേഷ്യം കാണിക്കണ്ട. ഇനി ഒരു പക്ഷെ നിങ്ങളാണ് ദേഷ്യം കാണിക്കുന്നത് എങ്കിൽ ഭർത്താവ് ദേഷ്യം കാണിച്ചാൽ ആ ബന്ധങ്ങളിൽ വലിയ വലിയ വീഴ്ച വരും, വിള്ളല് വരും. പിന്നെ ആ വിള്ളല് പരിഹരിക്കണമെങ്കിൽ കൗൺസിലിങ്ങിന് വരേണ്ടി വരും. അപ്പൊ വിള്ളൽ ഉണ്ടാക്കണം നിങ്ങൾ, എങ്കിലേ ഞങ്ങൾക്ക് കൗൺസിലിംഗ് കിട്ടുള്ളൂ. കുറെ ആളുകൾ കൗൺസിലിംഗ് സൈക്കോളജി പഠിക്കാൻ വരികയാണ്. അപ്പൊ നിങ്ങൾ കുടുംബജീവിതത്തിൽ അവർക്കൊക്കെ തല്ലുണ്ടാക്കിയിട്ട്, തല്ലുണ്ടാക്കലല്ല രസം, തല്ലുണ്ടാക്കാൻ അവർക്കും അറിയാം. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ളൊരു ഇണക്കം, അതിനാണ് പവർ. ആ ഇണക്കം ഉണ്ടാക്കാൻ നിങ്ങൾ പഠിക്കാം. അതിന് നിങ്ങൾ പുഞ്ചിരി തുടങ്ങിയാൽ മതി, സോറി പറഞ്ഞു തുടങ്ങാം. പിണങ്ങിയിട്ട് കട്ടിലിന് അപ്പുറത്തും ഇപ്പുറത്തേക്കും തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് മരണത്തെ ഒരു ദിവസം കണ്ടാൽ പിന്നെ നിങ്ങൾ ജീവിതകാലം മുഴുവനും കരയേണ്ടി വരും. ശാപവാക്കല്ല കേട്ടോ. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി ദേഷ്യം വന്നു, നമ്മൾ ആ ദേഷ്യം പറഞ്ഞു, അവിടെ തീർന്നു. കൊണ്ട് നടക്കുന്ന ആ സ്വഭാവത്തിന് തിരിച്ചറിയാൻ. നമ്മുടെ കയ്യിനും കാലിനൊക്കെ വേദന വരുന്നുണ്ടെങ്കിൽ തിരിച്ചറിയാം. വേദന എന്നത് നീർക്കെട്ടാണെന്ന് നമ്മൾ പറയാറുണ്ട്. ആ നീർക്കെട്ട് എവിടുന്നാന്ന് ചോദിച്ചാൽ ഈ പറയപ്പെട്ട പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ കുമിഞ്ഞുകൂടി ഓരയിലും കാലിനും മുട്ടിലൊക്കെ ഒതുങ്ങിക്കൂടിയതാണെന്ന് തിരിച്ചറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. സർ എപ്പോഴും ഇങ്ങനെയാണോ, പോസിറ്റീവ് മൈൻഡ് ആണോ? അങ്ങനെ തന്നെയാണ് മുർഷിദ. പരമാവധി ഞാൻ അങ്ങനെ നോക്കും. കാരണം ഇന്ന് നിങ്ങൾ പഠിച്ചില്ലേ, നിങ്ങൾ ഈ പഠിച്ച പാഠഭാഗം നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടന്ന് നോക്കും. നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് വല്ലാത്തൊരു എനർജി ഉണ്ടാവും. ഇപ്പൊ ഈ ക്ലാസ് ഞാൻ എടുത്തപ്പോ എന്റെ പനി മാറി, എന്റെ ക്ഷീണം മാറി, ഞാൻ ആക്റ്റീവാണ്. ഇന്ന് എന്നെ കാണുന്ന അല്ലെങ്കിൽ രാവിലെ കണ്ടിരുന്ന അധ്യാപകരെ അല്ലെങ്കിൽ കുട്ടികളെ കണ്ടാൽ പറയും, യെസ് എങ്ങനെ നിങ്ങളത് മാറിയെന്ന് ചോദിക്കും. മാറാനുള്ള കാരണം ഇതാണ്, ക്ലാസ് തന്നെ. ഒന്നിൽ നമ്മൾ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുകയാണെങ്കിൽ യെസ് നമ്മൾ വളരെ വലിയ പോസിറ്റീവ് വൈബുള്ള ആളായിട്ട് മാറും. അപ്പൊ നിങ്ങൾക്കും കഴിയും. ഓക്കെ, ഇനിയൊന്നും പറയാനില്ല എന്ന് കരുതുന്നു. നിർത്തിക്കോട്ടെ സന്തോഷത്തോടെ. ആരെന്ത് പറഞ്ഞാലും മുത്തുമുത്തെന്ന് പറഞ്ഞ് ആരെന്ത് പറഞ്ഞാലും പെട്ടെന്ന് ടെൻഷൻ വരും. അപ്പോ പിന്നെ കരച്ചിലാവും. ആ കരച്ചിൽ ഒരു ആശ്വാസമാണ്. കരഞ്ഞോണ്ട് ആരെന്ത് പറഞ്ഞാലും ഇങ്ങനെ കരഞ്ഞോളും. കരഞ്ഞു കഴിഞ്ഞാൽ ആശ്വാസം കിട്ടും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ആ വാക്കിനെ കുറിച്ച് ആലോചിച്ച് ചിന്തിക്കും. അവിടെ തുടങ്ങി നിങ്ങളുടെ കഷ്ടകാലം. ആ ഒരു വാക്ക് പറയുകയാണെങ്കിൽ അപ്പൊ നമ്മള് പിന്നെ പോലീസുകാർ കാണിക്കില്ലേ ട്രാഫിക്കിൽ സ്റ്റോപ്പ് എന്ന് വെച്ചാൽ, ആ സ്റ്റോപ്പ് കാണിച്ച് റെഡ് ലൈറ്റ് കെട്ടിയാൽ പിന്നെ ആ ഭാഗത്തേക്ക് വണ്ടി വരാൻ പറ്റുമോ? വന്നാൽ നമ്മൾ ഫൈൻ ഇടൂലേ? അതുപോലെ തന്നെ ആ ഒരു വാക്ക് പറയുമ്പോൾ സ്റ്റോപ്പ് നിങ്ങളെ മെമ്മോ കാണിച്ചാൽ മതി, നിങ്ങളെ മൈൻഡിൽ കാണിച്ചാൽ മതി സ്റ്റോപ്പ്. നിങ്ങളെ മക്കൾക്ക് അറിയാലോ ഈ സ്റ്റോപ്പ് മെമ്മോ കാണിക്കാൻ. നിങ്ങൾ എത്ര വഴക്ക് പറഞ്ഞാലും അവരൊന്നും മെയിൻ ചെയ്യാതെ പോകുമല്ലോ. അമ്മ ഇതൊക്കെ പറഞ്ഞ് അടുത്തത് ഇന്നത് പറയുന്നുള്ള അവർക്കൊരു ധാരണ ഉണ്ടാവും. ഈ ധാരണ നിങ്ങളും കൊണ്ടുവന്നാൽ മതി. അപ്പൊ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം പറഞ്ഞിട്ട്